നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,470 ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം നടത്തിയ ദിനം മുതൽക്കാണ് കലിയുഗം എണ്ണിപ്പോന്നിട്ടുള്ളത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 കന്നിമാസം 1-ാം തീയതിയാണ്. ശകവർഷം 1947 ഭാദ്രപദ മാസം 26-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ്. ഇത് കൃഷ്ണപക്ഷമാണ്. ഏകാദശി തിഥിയാണ്. ഉച്ചയ്ക്ക് 11:39 വരെയുള്ള സമയത്താണ് ഏകാദശി തിഥി വരുന്നത്. അതിനുശേഷം ദ്വാദശിയാണ്. നക്ഷത്രം വരുന്നത് പൂയം നക്ഷത്രമാണ്. അത് നാളെ വെളുപ്പിന് വരെയുള്ള സമയത്ത് പൂയം നക്ഷത്രമുണ്ട്. 6:32 വരെയുള്ള സമയത്ത്. കരണം വരുന്നത് സിംഹകരണമാണ്. രാവിലെ 11:57 വരെയുള്ള സമയത്താണ് ഈ സിംഹകരണമുള്ളത്. നിത്യയോഗം വരുന്നത് പരിഘനാമ നിത്യയോഗമാണ്. രാത്രി 10:54 വരെയുള്ള സമയത്ത് ഈ പരിഘനാമ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല ഉത്രം ഞാറ്റുവേലയാണ്. ഇന്ന് ശരത് ഋതുവിൻ്റെ ആരംഭ ദിവസമാണ്. അയനം ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് 6:17 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:19:41 അസ്തമയം സംഭവിക്കുന്നു. മധ്യ കേരളത്തിലെ ഉദയാസ്തമങ്ങൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 2 മിനിറ്റ് 41 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകകാലം. ഇതിൽ രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:18 തുടങ്ങിയിട്ട് 1:48 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 10:48 തുടങ്ങി 12:18 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 7:47 തുടങ്ങിയിട്ട് 9:17 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ ദോഷകാലങ്ങളാണ്. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം അവർക്ക് ശുഭമല്ല. നൂതന കാര്യങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട യാത്ര മുതലായിട്ടുള്ളവ ഇന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:54 തുടങ്ങി 12:16 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12 മണി 20 തുടങ്ങി 12:42 വരെയുള്ള സമയത്താണ്. പൊതുവെ പറഞ്ഞാൽ 11:54 മുതൽക്ക് 12:42 വരെയാണ് അഭിജിത്ത് മുഹൂർത്തമുള്ളത്. ഈ മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും മുഹൂർത്തത്തോടു കൂടി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യസമ്മതമുള്ളതാണ്. ഇന്ന് പൂയം നക്ഷത്രം എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾ, വിവാഹം ഒഴിച്ചുള്ള മറ്റ് പൗഷ്ടിക കർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. തിഥി വരുന്നത് ഏകാദശി തിഥിയാണ്. വ്രതം നോക്കേണ്ട ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്കും യാത്ര, ശില്പ പണികൾ, അതുപോലെ ഭൂഷണം, അതായത് സ്വർണം മുതലായിട്ടുള്ളവയെ കൊണ്ടുള്ള ഭൂഷണങ്ങൾ ഉണ്ടാക്കുക, ഗൃഹപ്രവേശം, അതുപോലെ ഗജം, അശ്വം, നൃപൻ, അതായത് രാജകാര്യം, ഗജകാര്യം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.